സുന്ദരം തന്നെ. ഇത് നമ്മുടെ ഇജോക്കുട്ടന് ഓടി വന്ന പോലെയാണല്ലോ. അയ്യോ സത്യം കേട്ടോ, ശരിയാ. മോനെ ഇജോക്കുട്ടനെ കണ്ടിട്ടുണ്ടോ? കഴിഞ്ഞ സീസണിൽ ഇജോക്കുട്ടൻ കുഞ്ഞിതല്ലേ അവന് ഒരു 5-6 പെമ്പിള്ളാരും ഒക്കെ ആയിട്ടേ വരത്തുള്ളൂ. അതെ, വിത്ത് ഗേൾ ഫ്രണ്ട്സ്. അത് പറഞ്ഞപ്പോ അറിയാല്ലേ? കണ്ടോ? ഇത് മറ്റേ ഇത് പറഞ്ഞ പോലെ സെക്രട്ടേറിയറ്റ് കണ്ടിട്ടുണ്ടോ? ഇല്ല. നീ എത്ര ദിവസം ഉണ്ടായിരുന്നു? ഞാൻ ഒരാഴ്ച ഉണ്ടായിരുന്നു. എടാ ട്രിവാൻഡ്രത്ത് വലിയ നീളത്തിൽ കിടക്കുന്നില്ലേ സെക്രട്ടേറിയറ്റ്? കണ്ടിട്ടുണ്ടോ? ഇല്ല. എടാ അവിടെ മറ്റേ മുക്കാടൻ മറ്റേ ആ സ്ഥലം അതിന്റെ ഓപ്പോസിറ്റ്. എന്ത് പറഞ്ഞാൽ ഇജോക്കുട്ടനെ അറിഞ്ഞൂടാ. 4-5 പെമ്പിള്ളേരും ചെവി ഞാൻ പിടിക്കും കേട്ടോ. ഇജോക്കുട്ടനെ ശരിക്കും മിസ് ചെയ്യണ്ടല്ലേ? സത്യം കേട്ടോ, ഇജോക്കുട്ടനെ മിസ് ചെയ്യുന്നുണ്ട്. മക്കളെ എന്തൊക്കെയുണ്ട് പിന്നെ? സുഖമാ, വളരെ സുഖം. അച്ഛൻ എന്ന് പറയുന്നു സിംഗപ്പൂർ. അച്ഛനോടുണ്ട്, അച്ഛൻ പാട്ടൊക്കെ കേൾക്കുന്നുണ്ട്. പിന്നെ പാട്ടൊക്കെ സെലക്ട് ചെയ്ത് അയച്ചു തരും. എന്താ ഇവിടെ പാടിയതിനെ പറ്റി അഭിപ്രായം എന്താ? കഴിഞ്ഞ റൗണ്ടുകളെ പാടാറുണ്ട് ഇടയ്ക്കിടയ്ക്ക് വിളിച്ചു പോയി. എന്ത് പറയും? പാടാറുണ്ടെന്ന് പറയും. പാടാറുണ്ടെന്ന് ചോദിച്ചാൽ ഞാൻ പാടാറുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ പാടാറുണ്ട്. പാടാറുണ്ടോന്ന് ചോദിച്ചാൽ അല്ലേ മോനെ? പാടി കഴിഞ്ഞതിനെ പറ്റി എന്തെങ്കിലും പറഞ്ഞോ? 100 കിട്ടിയതിനെ പറ്റിയൊക്കെ അച്ഛൻ എന്ത് പറയും സിംഗപ്പൂർ ഇരുന്നിട്ട്? 100 വാങ്ങിയ ഭയങ്കര സന്തോഷം എന്നൊക്കെ പറയും. അങ്ങ് പറഞ്ഞോ? പറഞ്ഞു. ഞാൻ കേട്ടാ 100 വാങ്ങിച്ചുള്ളൂ. അങ്ങനെ പുള്ളി 200-ലാണ്. ഇനി എന്നാ അച്ഛന്റെ അടുത്ത വരവ്? ജനുവരി ഡിസംബർ. ഡിസംബറിലോ ജനുവരിയിലെന്ന് പറഞ്ഞാൽ അവൻ തിരിച്ചു പറയും. ജനുവരിയോ ഡിസംബറോ നവംബറോ. പിന്നെ 3-4 മണിക്കൂറല്ലേ ഉള്ളൂ അല്ലേ? ജനുവരിയിൽ വരാൻ പറ്റില്ലെങ്കിൽ ഡിസംബറിൽ വരും. എന്ത് പൂക്കുറ്റി വേണം മോന്? അടിയൊരു ലവ്ലി പൂക്കുറ്റി. ഇവ മറ്റേ ഇജോക്കുട്ടന്റെ ചേട്ടനാ. അവൻ നൈസായിട്ടൊരടി. ഏത് പൂക്കുറ്റിയാ? ഞാൻ വിചാരിച്ചു അല്ല അച്ഛൻ പൂക്കുറ്റിന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞു. അമ്മയുടെ പേരായിരിക്കും അല്ലേ? അല്ല ആരാന്നൊന്നും പറയൂ. ലവ്ലി ആരാ? അവനെ പറയാത്ത മീനുട്ടി ഗേൾ ഫ്രണ്ടാ? ഓക്കെ, അടിച്ചോ ലവ്ലി. കൂളായിട്ട് എന്റെ ഗേൾ ഫ്രണ്ട് ആണ്. കഴിഞ്ഞോ? അതാണ് അവൻ. അതാണ് അവൻ. ഞാൻ അഭിമാനം. എന്റെ എല്ലാ ശക്തികളും എടുത്ത് എന്റെ സർവ്വശക്തിയും കൂടെ എടുത്ത് എന്റെ മോന് ചക്കര മോന് വേണ്ടി ഞാൻ തരികയാണ്. ആടി ഒരു ലവ്ലി എനിക്ക് ഞാൻ വല്ല പൊട്ടക്കെട്ടിന് എന്തിനു കൊള്ളാം ഡെയിൻ. ഡെയിനൊക്കെ എന്തിനു കൊള്ളാം. കണ്ടുപടി. ഞാൻ ഈ പ്രായത്തിന് പല്ലച്ചനാവാൻ നടന്ന ആളാ. കല്യാണം കഴിപ്പിക്കുമെന്ന് പേടിച്ചിട്ട്. അത് ശരി, എനിക്കത് തന്നെ ആവേണ്ടി വരും. ഓക്കെ, എന്തായാലും ലവ്ലിയോട് ഞങ്ങളുടെ അന്വേഷണം പറയണേ. ഹായ് ലവ്ലി. മോനെ എൻകറേജ് ചെയ്യരുത്. മോന്റെ ഗേൾഫ്രണ്ട് ലവ്ലിയെ ഇവിടെ ആരും തൊട്ട് കളിക്കരുത്. ഞാനുണ്ട് സംരക്ഷകനായിട്ട്. ഞാനുണ്ട്. തീർന്നു, ലവ്ലിയെ സംരക്ഷിക്കുന്നു. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.